ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിൽ തന്നെ ഇരുന്ന് അടിപൊളിയായിട്ട് കൈകളൊക്കെ ടേക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വിശദമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നെയിൽ കട്ടർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വാവനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഞാനൊരു 2 years ആയിട്ട് നെയിൽസ് ഒന്നും വെക്കാറില്ല കയ്യിൽ. അപ്പോൾ നെയിൽസൊക്കെ ഒന്ന് ജസ്റ്റ് ഫയൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. മുമ്പ് എൻ്റെ നെയിൽസ് ഇങ്ങനെയായിരുന്നു, ഞാൻ ലെങ്ത്തിൽ വെക്കുമായിരുന്നു. നെയിൽസ് നല്ല വൃത്തിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ടൂൾസൊക്കെ ഉള്ളത് കേട്ടോ. ഇത് മാനിക്യൂർ സെറ്റ് എന്നും പറഞ്ഞാൽ നമുക്ക് ആമസോണിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മേടിക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ അവസാനമൊക്കെ ആയിട്ട് ഓരോന്നും എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ക്യൂട്ടിക്കൽ പുഷറാട്ടോ. ഇത് ജെൻറ്റിലായിട്ട് നമ്മൾ ക്യൂട്ടിക്കൽ പുഷ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും. അപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെല്ലാ കൈയുടെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ക്യൂട്ടിക്കൽ കട്ടറാണ്. പുഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു സ്കിൻ ഇങ്ങനെ വന്ന് നിൽക്കണുണ്ടാവും. അതൊന്ന് ജസ്റ്റ് നമുക്കിങ്ങനെ കട്ട് ചെയ്തിടാം. അത് പെയിനൊന്നും എടുക്കില്ല കേട്ടോ. വലിക്കരുത്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അത് പോന്നോളും. ഇത് ബോഡി ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു ഐറ്റം ആട്ടോ. അത് നെയിൽസൊക്കെ നന്നായിട്ട് സ്മൂത്താക്കി വിടും. നമ്മൾ നെയിൽസിൻ്റെ മുകളിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നെയിൽസ് വരും കേട്ടോ. ഇത് ഹാർഡൊന്നും അല്ല കേട്ടോ. സർഫസ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് സൗണ്ടൊക്കെ, പക്ഷേ ഭയങ്കര സ്മൂത്താണ്. ഇതെൻ്റെ ഫ്രണ്ട് സെറയാണ് എനിക്ക് ഹോസ്റ്റലിൽ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നെഗത്തിന് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നെയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോജോബ ഓയിലൊക്കെ നല്ലതാണ് നെയിൽസിന്. ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് ജസ്റ്റ് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ. വീട്ടിൽ തന്നെ നമുക്ക് കൈകൾ സംരക്ഷിക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ളൊരു മാസ്ക് ആണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ അടുക്കളയിൽ ഒട്ടുമിക്കപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാട്ടോ. തൈര്, തക്കാളി, പഞ്ചസാര. ആദ്യം തന്നെ തൈര് ഏകദേശം ഒരു 2 ടീസ്പൂൺ എടുത്ത് 2 കൈയും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ക്യൂട്ടിക്കലിൻ്റെ ഏരിയയും കൈയുടെ അകത്തും പുറത്തും എല്ലാം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. തൈര് നല്ലോണം ടാൻ റിമൂവലിന് ഹെൽപ്പ് ചെയ്യും. ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ വെയിലൊക്കെ കൊണ്ടാണ് വീട്ടിൽ വന്നതെങ്കിൽ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ വന്നാൽ ഓടിപ്പിടിച്ച് ചെയ്യണ ഒരു കാര്യമാണ്. അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വീട്ടിലും ഞാൻ അച്ഛനും ചേട്ടനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ കയ്യിലാണ്, അവർക്ക് ഞാൻ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ടാനൊക്കെ മാറാൻ നല്ലത്. അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസറും കൂടിയാണ് തൈര്. നമ്മുടെ കൈകളിലത്തെ അഴുക്കും എല്ലാം നന്നായിട്ടൊന്ന് പൊയ്ക്കോളും, ടാനും റിമൂവ് ആവും. ഇനിയിപ്പോൾ സമ്മറൊക്കെ അല്ലേ, നല്ല ചൂടല്ലേ നാട്ടിൽ, അപ്പോൾ ഭയങ്കരമായിട്ട് വെയിലൊക്കെ കൊണ്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുഖത്തും ഇട്ട് കൊടുക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ തൈര് ഇടണം എന്നില്ല, തക്കാളിയായാലും യൂസ് ചെയ്താൽ മതി. ടാൻ റിമൂവലിന് നല്ലതാണ് രണ്ടും. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്നല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വെച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. കഴുകണം എന്നില്ല കേട്ടോ, കാരണം ഇത് കയ്യിലിരുന്നൊന്നും കരുതി ഇനി കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിയാൽ മതി. മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മൊത്തം പഞ്ചസാരയും പിന്നെ ഒരു 1/4 ഭാഗം തക്കാളി എടുത്തിങ്ങനെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വന്ന നീരും ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സിയിലിട്ടൊന്നും അടിക്കണ്ട കേട്ടോ, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ ഉള്ളത് റിമൂവ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ നാച്ചുറൽ ഒരു ബ്ലീച്ച് എഫക്റ്റും നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. തന്നെ ഈ മാസ്ക് മൊത്തത്തിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കൈയൊക്കെ ഫീൽ ചെയ്യും. ഇത് മുഖത്തും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ പഞ്ചസാര ഭയങ്കര കട്ടിയുള്ളത് എടുക്കാണ്ടിരിക്കുക, കാരണം അത് ചെറിയ ഫൈനായിട്ടുള്ള സ്ക്രാച്ചൊക്കെ വീഴും, അത് സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ മുഖത്ത് യൂസ് ചെയ്യണമെങ്കിൽ പഞ്ചസാര ഒരു ഇച്ചിരിയും കൂടി പൊടിച്ച് യൂസ് ചെയ്യാം. കയ്യിലത്തെ ഫേസിൻ്റെ സ്കിന്നിൻ്റെ അത്രയും സോഫ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല. എന്നാലും ജെൻറ്റിലായിട്ട് മസാജൊക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ കഷ്ണത്തിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ നോക്കാട്ടോ. ഇതൊരു 15 മിനിറ്റ് ചെയ്തതിന് ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ഹാൻഡ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത് ബോഡി ഷോപ്പിൻ്റെ ഹാൻഡ് ക്രീമാണ്. ഈ ബാക്കിലൊരു സിമ്പിൾ ഉണ്ടോ, ഡബ്ബയിൽ ഒരു 12M എഴുതിയത്.
ഇതെന്ന് വെച്ചാൽ ഇത് ട്യൂബ് പൊട്ടിച്ചതിന് ശേഷം 12 മാസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കണം. എക്സ്പയറി ഡേറ്റ് വ്യത്യാസം ഉണ്ടാകും. എക്സ്പയറി ഡേറ്റും ഈ ഒരു കാണിക്കണ ഒരു ഡേറ്റും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം മിക്ക പ്രൊഡക്ട്സിൻ്റെയും ബാക്കിൽ ഈ ഒരു സിമ്പിൾ ഉണ്ടാകും, അതൊന്ന് ചെക്ക് ചെയ്തോളൂ, എസ്പെഷ്യലി സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സിന്. ഞാനിവിടെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്, കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് ഇത്തിരി അടുക്കള പണിയുണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡ് ക്രീം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് കോട്ട് ഇട്ട് കൊടുക്കണം, വളരെ നല്ലതാണ്. ഞാനത് ഓഫ് ക്യാമറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നെയിൽ പോളിഷ് ബോട്ടിൽ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം, ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം. ചിലർക്ക് നെയിൽ പോളിഷ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് യെല്ലോ നെയിൽസ് ഒക്കെ വരും, അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. ബേസ് കോട്ട് ഇടുമ്പോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ നെയിൽ പോളിഷ് ഉണക്കാൻ ഒരു എളുപ്പവഴി കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, അതിലത്തെ തണുത്ത കാറ്റ് വന്ന ഒരു മെക്കാനിസം ഓൺ ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണക്കാം. ഇവിടെ ഫാൻ ഇല്ല, അതുകൊണ്ടാട്ടോ ഞാനിത് ഉപയോഗിച്ചത്. ഫാൻ ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നമുക്ക് ഊതി കൊടുത്താലും മതി കേട്ടോ. ഇനി വേറൊരു മെത്തേഡ്, നല്ല തണുത്ത വെള്ളത്തിൽ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഉണങ്ങിക്കോളും. പെട്ടെന്നൊരു ഫംഗ്ഷന് മുമ്പ് നമ്മൾ ഇടുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ മതി ആവട്ടോ, അപ്പോഴത്തേനും ഉണങ്ങിക്കോളും. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ എളുപ്പത്തിലുള്ള ഒരു ഹാൻഡ് കെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇനി ഞാൻ എൻ്റെ നെയിൽ കെയർ ബാഗിലത്തെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാൻ ബോഡി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, നെയിൽ ഫയലും എല്ലാം ഉണ്ട്. ഇനി അല്ലെങ്കിൽ നെയിൽ ഫൈലർ ഇതുപോലെ സെപ്പറേറ്റ് മേടിച്ചാലും മതി. ഇതെനിക്ക് അച്ഛൻ മേടിച്ച് തന്നതാട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവും ഇതുപോലെ ഫയൽ ചെയ്യണ സാധനം, അതായാലും മതി കേട്ടോ. ഒരു നെയിൽ കട്ടർ മാത്രമായാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മാസ്ക് ഇട്ടെടുത്താലും മതി. അത്യാവശ്യം വേണ്ട ഡീസൻ്റ് ആയിട്ട് നമുക്ക് കൈയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇത് നെയിൽ പോളിഷ് റിമൂവറാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഇവിടുത്തെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതൊരു വീഗൻ പ്രൊഡക്റ്റ് ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആട്ടോ. സാധാരണ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവണ പോലെ തോന്നും. ഇത് പക്ഷേ ഒരു നറിഷ്മെന്റ്, ഒരു ഓയിലി ഫീലൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു. എൻ്റെ ഒരു ഇത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷസ് ആണ്. ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇപ്പം ഇട്ടത് കേട്ടോ, വീഡിയോയിൽ കണ്ടില്ലേ. ഇത് ഞാൻ ഈ റീസെൻ്റായിട്ട് മേടിച്ചതാണ്. ക്യൂട്ടിക്കിൾ പുഷറും ക്യൂട്ടിക്കിൾ കട്ടറും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു സെറ്റ് ഞാൻ വീണ്ടും മേടിച്ചതാട്ടോ. ഇത് ആ ക്യൂട്ടിക്കിളൊക്കെ നമ്മുടെ നെയിൽസിൽ നിന്ന് ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ നെയിൽ സ്ട്രെങ്ത്തിനും ആ നെയിലിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ബേസിക് നമ്മുടെ നെയിൽ കട്ടർ. ഈ നെയിൽ കട്ടറിൻ്റെ സൈഡിലുള്ള ഫൈലർ മാത്രം മതി നമുക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാസ്കും കൂടി അപ്ലൈ ചെയ്താൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നെയിൽ കെയർ ഒക്കെ വീട്ടിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഉപയോഗിച്ച മാസ്കിലത്തെ 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടി ഒരു ഇത്തിരി സമയമൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ബ്യൂട്ടി പാർലറിലൊന്നും ഓടേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കൈകളൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം.